ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ അസർബൈജാനോട് ബൈ ബൈ പറയുകയാണ് ഗൈസ്. വൈകുന്നേരം ഓക്കെ. നമ്മൾ ഇപ്പോൾ സമയം 12 മണിയായി. നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യലായി. അപ്പോൾ ഇനിയിപ്പോൾ 12:10 ശരിക്കും. താഴെ പോകണം, ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഓൾഡ് ബാക്കു സിറ്റി പോകണം. അവിടെ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ടാവും. എന്നിട്ടൊരു 3:45 ആകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകും. 6:15 ഫ്ലൈറ്റ്. നമ്മൾ ഒരു 4 മണിയെല്ലാം എയർപോർട്ടിലെത്തും. അപ്പോൾ അവസാന ദിവസമാണെന്ന് ബാക്കൂല്. അവസാന ദിവസമാണ് ബാക്കൂല് നിന്ന്. ശരിക്കും ഇത്ര ദിവസം നല്ലോണം എൻജോയ് ചെയ്തല്ലേ? നല്ല രസമുണ്ടായി. ഇന്ന് കുറച്ച് നല്ലോണം ഉറങ്ങി. ഞാൻ 9 എണീക്കാൻ, ഇവര് 10:45. 11 മണി ഏറ്റവും മണിച്ചു. ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ കഴിച്ചു. ഞാൻ രാവിലെ എണീറ്റപ്പം ബ്രെഡും മറ്റത് ആലോചിച്ചപ്പോ ഞാൻ കഴിച്ചത് മറ്റേ ഫ്രൂട്ടൊക്കെ അപ്പോ ഗൈസ്, നമ്മൾ ഡയമണ്ട് ഹോട്ടലിനോട് വിട പറയുകയാണ്. ഇനി നമുക്ക് ഓൾഡ് ബാക്കോ സിറ്റിയിൽ പോകുമ്പോൾ കാണാം. എനിക്ക് താഴെ പോയി ചെക്കൗട്ട് ചെയ്യുന്നത് ലേറ്റ് ആയി. 12:10 12 മണിക്കാണ് ചെക്കൗട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യല്ലേ. ബൈ ബൈ. ഞാൻ റൂം തുറന്നെടുത്തിച്ച സമയമില്ലായിരുന്നു. നമ്മൾ ഓൾഡ് ബാക്കു സിറ്റി എത്തി. ഓൾഡ് ബാക്കു സിറ്റി എത്തി. നമ്മളെ ബാഗ് ചേച്ചി നമ്മളൊന്നിച്ചുള്ള ഒരാളെ ബാഗ് ആ വണ്ടിയിൽ മറന്നുപോയി. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഒന്ന് സിറ്റി കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ എയർപോർട്ടിൽ പോകാനായി. പോലെ കളിക്കാനുള്ള കൊണ്ടുണ്ടാവും. അതെ. അയ്യോ സോറി ഗൈസ്, ഇതാണ് ഓൾഡ് ബാക്കു ഗൈസ്. നല്ല ഫോട്ടോ ഗൈസ്, നിങ്ങൾ അറിയില്ല, ഈ എൻ്റെ നാത്തൂൻ എന്ന് പറയപ്പെടുന്ന ഈ അർച്ചന മേലത്ത് ദാമോദരൻ പറഞ്ഞു എന്നൊരു വണ്ടി കുത്താൻ വന്നു. അപ്പം ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ചാവാണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് എന്ത് പറയണോ, ഓ ഭാഗ്യം ചമ്മി, ചാവാണ്ട് രക്ഷപ്പെട്ടല്ലോ. അതിന് പകരം ഈ പന്നി പറഞ്ഞത് നീ ചത്തിട്ടല്ലോ. അങ്ങനെയല്ല. ഇതിനെതിരെ നിങ്ങളെല്ലാരും കമന്റ് ചെയ്ത് പ്രതികരിക്കണം. എന്റെ ഭാഗം ഓള് പറഞ്ഞ് ഓളെ ഇത് ഈട വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓള് ചാവാണ്ട് രക്ഷപ്പെട്ടത്. അല്ല നീ ചത്തിട്ടല്ലോ എന്നോള് പറഞ്ഞത്. ഇതിനെതിരെ എല്ലാരും കമന്റ് ചെയ്ത് പ്രതികരിക്കണം. ഞാൻ പറഞ്ഞു നീ ചത്തിട്ടല്ലോ അമ്മി, അതന്നെ വലിയ ഭാഗ്യല്ലേ. അങ്ങനെ ഒരു വേർഡാണ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എന്റെ നിഷ്കളങ്കമായ മനസ്സാരം കാണുന്നില്ല. ഓൾഡ് ബാക്കു. അപ്പോൾ ഗായ്സ്, ഇതാണ് അസർബൈജാൻ ഓൾഡ് ബാക്കു സിറ്റി. സംഭവം കിടിലനായിരുന്നു. കെട്ടിടങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടി കുറേ അധികം നല്ലോണം ഫോട്ടോസെല്ലാം എടുത്തു. അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഗായ്സ്, നമ്മളങ്ങനെ ബാക്കു ഓൾഡ് സിറ്റീൻ്റെ പുറത്തിങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ചീപ്പാണ്, നല്ലോണം കുറവാണ് റേറ്റ്. അപ്പോൾ നമ്മൾ അതിൽ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ടാക്സി വരും. ടാക്സിനെ വെയിറ്റ് ചെയ്തോണ്ട് ഒരു ഫോട്ടോ എടുത്താലോ. ഫുഡ് കഴിക്കാത്തോണ്ട് തളർന്നു പോയി. ഫുഡ് കഴിച്ചാൽ ഞാനേ തളർന്നു പോയി. നമ്മൾ ടാക്സി കുറെ കാത്തിരിപ്പിന് ശേഷം എത്തിയിട്ട് ബെൻസ് എത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ, ഡയമണ്ട് ഹോട്ടൽ. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ബാണ്ടക്കെട്ടെടുത്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടും ഈ പറഞ്ഞ പോലെ നല്ല വലിയ എയർപോർട്ടാണ്. എനിക്കൊന്ന് ദുബായിനേക്കാളും വലിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അകത്താണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയറും ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. അസർബൈജാൻ ബാക്കു എയർപോർട്ടിലെത്തി. ചെക്കിനെല്ലാം കഴിഞ്ഞു. ഇനി 6:15 ഫ്ലൈറ്റ്. ഇനി ഞാൻ ചിലപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ, കാരണം എനിക്ക് പനി വരുന്നതല്ല. എനിക്കും നാളെ മിക്കവാറും പനി ഉണ്ടാ. അത് പണിക്ക് വേണ്ടിയിരിക്കാനുള്ള എല്ലാ ലക്ഷണവും കാണിക്കാം. ഞങ്ങൾ പോയി ഒരു ബർഗർ കഴിക്കട്ടെ. കഴിഞ്ഞ നമ്മുടെ അസർബൈജാൻ ട്രിപ്പ് കഴിഞ്ഞു. നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാമേ കഴിഞ്ഞു പൊച്ച്. അയ്യോ അമ്മ, എന്തെങ്കിലും പറയാനുണ്ടോ? ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കഴിച്ച് എന്നിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ. നല്ലോണം
ടയേർഡാണ്. പനി വരുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ കഴിച്ച സാധനമല്ലേ സ്പൈസി ചിക്കൻ സിങ്കറോ, അത് ഓർഡർ ചെയ്യാൻ വിചാരിച്ചത്, പക്ഷെ അതില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഒരു ക്യാപ്ചിനോ അത് കുടിച്ചു. മാധു അങ്ങനെ ഫുഡ് വന്നു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നല്ലൊരു ഉറക്കം പാസ്സാക്കി. അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടെന്നല്ല, അതിലൊരു ത്രാണി ഉണ്ടായിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാനൊരു വീഡിയോസ് എടുത്തിട്ടാണ്. അപ്പോൾ ഗൈസ് അസർബൈജാൻ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.